ഗുഡ് മോർണിംഗ് എവരിവൺ. ടുഡേ വി ആർ ഗോയിങ് ടു ടർബോചാർജർ കോർ അസംബ്ലി ചേഞ്ച്. നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഐഷർ പ്രോ 6028T എന്ന് പറയുന്ന ഒരു വണ്ടിയുടെ ടർബോചാർജറിൻ്റെ കോറാണ് മാറേണ്ടത്. കോറ് ഒടിഞ്ഞു പോയത് കാരണം നമ്മളെ ഷാഫ്റ്റ് രണ്ടായി പോയി. അങ്ങനെ അതിൻ്റെ കോർ തന്നെ പുതിയത് നമ്മൾ ഇടിയാണ്. അപ്പോൾ അൺബോക്സ് ചെയ്യാണ്. ഇത് ടെല്ലിലാണ് വരുന്നത്. ഇതിൻ്റെ വാറണ്ടി കാർഡാണ്. നമ്മുടെ കോർ അസംബ്ലി കംപ്രസർ ബോഡിയിലേക്കാണ് നമ്മളിത് സെറ്റ് ചെയ്യേണ്ടത്. ക്ലീനാക്കി വെച്ചിരിക്കുന്നിടത്ത് ഡയറക്റ്റ് നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റും. ആദ്യം നമ്മളിതൊന്ന് ഇതിനകത്ത് ചെക്ക് ചെയ്ത് നോക്കേണ്ടതുണ്ട്. ഓക്കെ, ഇതിനകത്ത് നമുക്ക് ഓറിങ് ഇടേണ്ടതുണ്ട്. കോറ് നമ്മൾ കംപ്രസർ ബോർഡിലേക്ക് ഇൻസർട്ട് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ കോർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമ്മളിത് കംപ്രസർ ബോഡിയിലേക്ക് ഇൻസർട്ട് ചെയ്യുകയാണ്.
ആക്ച്വേറ്ററാണിത്. ഇത് ടെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ ഓയിലൊന്ന് ഫില്ലപ്പ് ചെയ്യേണ്ടതുണ്ട്. ചെയ്തത് ഐഷറിൻ്റെ പ്രോ എന്ന് പറയുന്ന ഒരു വണ്ടിയാണ്. അത് 6028T എന്ന് പറയും എൻ്റെ സീരിയൽ. അപ്പോൾ നമ്മൾ ഈ കോറാണ് പുതിയതിട്ടത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. ഒരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഈ വണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഏകദേശം ഒരു 30 സെക്കൻഡെങ്കിലും ഐഡിലിങ്ങിൽ നിർത്തിയതിന് ശേഷമേ ഇത് റേസ് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ രണ്ടാമത് നമ്മൾ നിർത്തുന്ന സമയത്ത് ഐഡിലിങ്ങിൽ വന്നതിന് ശേഷം എൻജിൻ ഓഫ് ചെയ്യുക. ഏകദേശം ഒരു 10 സെക്കൻഡെങ്കിലും ഐഡിലിൽ നിൽക്കുക, എന്നിട്ട് സ്റ്റോപ്പ് ചെയ്യുക. അപ്പം ഇത് നമ്മളത് എൻജിൻ റേസ് ചെയ്തിട്ട് നിർത്തി കഴിയുമ്പോൾ ടർബൈന് RPM കൂടുതലാണ്, അത് കറങ്ങിക്കൊണ്ടിരിക്കും. എൻജിൻ ഓഫ് ചെയ്താലും ഈ ടർബൈൻ്റെ വീല് കറങ്ങിക്കൊണ്ടിരിക്കും. അത് കാരണം നമ്മൾ എൻജിൻ എപ്പോൾ ഐഡിൽ വന്നതിന് ശേഷം മാത്രം ഓഫ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.